ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു സ്വീറ്റ് പുഡിംഗ് ആണ്, കാരമൽ പുഡിംഗ് ആണ്. നമ്മളിത് ബിസ്ക്കറ്റും പാലും ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. ജെലാറ്റിനോ ചൈനാഗ്രാസോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രമാണ് പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് എടുത്തു എന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് അതെടുത്താൽ മതി. സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു കാരമൽ റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉരുകി കുറച്ചൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് ചെറിയൊരു കയ്പ്പ് പോലെ വരും. ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കളർ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെറ്റാവും. അപ്പോൾ ചൂടോടുകൂടി തന്നെ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ടിന്നൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കാരമലൊക്കെ അതിലിരുന്നിട്ട് സെറ്റാവും. ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങിലേക്ക് ബിസ്ക്കറ്റ് വേണം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് അതെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇവിടെ നന്നായി ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ഞാനിപ്പോൾ ഇവിടെ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ മുട്ട വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോർ മാത്രം വേണമെങ്കിലും ചേർക്കാം. കോൺഫ്ലോർ മാത്രം ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കസ്റ്റർഡ് പൗഡർ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ കസ്റ്റർഡ് പൗഡർ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ കട്ടയൊന്നുമില്ലാതെ നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് പാൽ ഇപ്പോൾ കസ്റ്റർഡ് പൗഡറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് പാലും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ മധുരം കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ബിസ്ക്കറ്റ് പൊടിച്ചതുകൂടെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കസ്റ്റേർഡ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് തിക്കായി പോവും. അതുകൊണ്ട് ബിസ്ക്കറ്റ് കുറേശ്ശായിട്ട് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചതെല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വരും. അപ്പോൾ കുറച്ച് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ്. അപ്പോൾ ആ ബിസ്ക്കറ്റൊക്കെ നന്നായി മിക്സായി നമ്മുടെ കസ്റ്റേർഡൊക്കെ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റർഡ് പൗഡർ വാനില ഫ്ലേവറിലൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ വേറെ പ്രത്യേകിച്ച് എസൻസ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുഡിങ്ങിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കാരമലൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അതിൽ. ഇനി അതിലേക്ക് നമുക്ക് പുഡിങ്ങിൻ്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കുറച്ച് നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ട് അധികം ഹൈറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ ചെറിയ പാത്രത്തിലെടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിൽ കിട്ടും കേട്ടോ ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അത് നമ്മുടെ പുഡിങ്ങിൻ്റെ ആ ഒരു ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആവി വെള്ളമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീഴും. അപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് കവർ ചെയ്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2-3 ഹോൾ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പം ഞാൻ സാധാരണ നമ്മുടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ ഒരു തട്ടുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പുഡിങ്ങിൻ്റെ ഈ ടിൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് മതി. 15 മിനിറ്റ് തന്നെ മതിയാവും, കാരണം ഇതെല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇത് വെന്തോന്നൊന്നും പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ പുഡിങ്ങൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച ഉടനെ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ടില്ല എന്ന് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ സെറ്റായിക്കോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൂടെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പുഡിങ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഞാൻ മുറിച്ചുകൂടെ കാണിച്ചു തരാം. ആ കാരമലൊക്കെ ഇങ്ങനെ ഒഴുകിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ബിസ്ക്കറ്റും കൂടെ വരുമ്പോഴാണ് ഈ ഒരു പുഡിങ്ങിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പുഡിംഗ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക്